സ്വാദിഷ്ടമായ പഴംപൊരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ? ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഴംപൊരിയാണ്. അപ്പോൾ ഈ പഴം വെച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് പഴംപൊരി ഉണ്ടാക്കാൻ പോകുന്നത്. 4 പഴമാണ് എടുത്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട് പഴത്തിന്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പഴംപൊരി ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയതായി പഴം ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് അരിഞ്ഞിട്ടുള്ളത്. അതിന് വേണ്ടി മാവ് തയ്യാറാക്കാനായിട്ട് കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇനി ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇത് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിലാണ് നമ്മുടെ മാവ് റെഡിയാക്കേണ്ടത്. ഒരു നല്ല വെള്ളം പോലെ വേണം. കണ്ടോ, ഇതുപോലെ വേണം നമ്മുടെ മാവ്. അപ്പോൾ നമ്മളിത് ഈ ഫ്രൈ പാനിലാണ് നമ്മുടെ പഴംപൊരി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്രത്തോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചൂടായി വരട്ടെ. അവിടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വരുന്നുണ്ട്. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മളിത് പഴംപൊരി ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവട്ടെ. നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിത് മറച്ചിട്ട് കൊടുക്കുക. അതുപോലെ ആയി കഴിഞ്ഞാൽ മറച്ചിടാം. അപ്പോൾ ഈ പഴംപൊരി മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ പഴംപൊരി ഇതിലേക്ക് എടുത്തിട്ട് പാത്രത്തിലേക്ക് ഇടാൻ പോവാണ്. പഴംപൊരി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയാണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ പഴംപൊരി കുട്ടികളൊക്കെ 4 മണിക്ക് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും. വിശപ്പോടെ വരുന്ന കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. നല്ല അടിപൊളിയാണ്. നല്ലൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യാൻ മറക്കില്ലല്ലോ. ബൈ.